നിങ്ങൾക്ക് സമരം ചെയ്യാൻ അറിയാമോ? ഒരു സർക്കാർ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന കേറ്ററ്റ്, PSC ഇതൊക്കെ ആദ്യ ചാൻസിൽ തന്നെ എഴുതിയെടുത്ത ഒരാൾ സമരമുറകൾ കൂടി ഒന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും. വിവിധതരം സമരമുറകളിൽ പാണ്ഡിത്യം നേടിയെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി അധികാരികളുടെ 3000 മീറ്ററിനിപ്പുറം അവർ സമരത്തിലാണ്. ആരുടെയും ഔദാര്യത്തിനായി കാത്തിരിക്കുകയല്ല, മറിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ രാപ്പകലില്ലാതെ മഴയും വെയിലും വകവയ്ക്കാതെ തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇതിൽ 1ാം റാങ്കുകാരുണ്ട്, 50ാം റാങ്കുകാരുണ്ട്, 100ാം റാങ്കുകാരുണ്ട്, 200ാം റാങ്കുകാരുമുണ്ട്, അതിന് മുകളിലുള്ളവരുമുണ്ട്. എന്നാൽ ഇവിടെ ഈ മത്സര പരീക്ഷകളിൽ ഇവർ രണ്ടു കൂട്ടരും തുല്യരാണ്. 6 വർഷത്തോളമായി നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് രാവും പകലും ഇല്ലാതെ ആഘോഷങ്ങളും ഒത്തുകൂടലും ഇല്ലാതെ ടെൻഷനും ആകുലതകളും മാത്രമായി വീടും വീട്ടുകാരും ഇല്ലാതെ കുട്ടികളും ഉത്തരവാദിത്വം ഒന്നുമില്ലാതെ ഉറക്കം പോലും ഇല്ലാതെ പഠിച്ച് റാങ്ക് ലിസ്റ്റിലും വന്ന് ആലപ്പുഴ ജില്ല പോലുള്ള ജില്ലകളിൽ 1ാം റാങ്കുകാരിക്കും നിയമനമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. ഇനി ഉടനെ അടുത്ത പരീക്ഷയ്ക്കുള്ള വിളിയും വരും. ഇങ്ങനെ ആർക്കു വേണ്ടിയാണ് ഈ പരീക്ഷ നടത്തുന്നത്? ഇനിയും പുതിയ സമരപ്പന്തൽ ഉയരാനാണോ? കഴിഞ്ഞ 3 ദിവസമായി പ്രിയപ്പെട്ട വളർമതി ടീച്ചർ നിരാഹാരം കിടക്കുകയാണ്. സ്വന്തം കാര്യം മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലെയും PSC ഉദ്യോഗാർത്ഥികളെ, അതായത് അധ്യാപകരെ പ്രതിനിധീകരിച്ചാണ് ടീച്ചർ ആ നിരാഹാരം കിടക്കുന്നത്. പല ജില്ലകളിൽ നിന്നും പലരും വരുന്നുണ്ട്, കൊച്ചു കുട്ടികളായിട്ട് വരുന്നുണ്ട്, ഫാമിലി ആയിട്ട് അവിടെ നിൽക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പല പ്രതിസന്ധികളും വകവയ്ക്കാതെയാണ് അവരവിടെ വന്നു പോകുന്നത്. 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അധ്യാപകരുടെ ശക്തി സമരപ്പന്തലിൽ കാണാം. എല്ലാവർക്കും പല പല സാഹചര്യങ്ങളാണ്. എങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇവിടെ എത്തി നമ്മുടെ ഐക്യദാർഢ്യം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം.